എനിക്കറിയാം ദേവി മണിയടിക്കാൻ ഇന്നിവിടെ എത്തുന്നു. അതെ, കുന്നത്ത് വീട്ടിൽ ഭാസ്കരൻ ലക്ഷക്കാരനാകുന്ന ദിവസം. പകടകളിയായിരുന്നെങ്കിലും എല്ലാം ദേവിയുടെ കടാക്ഷാണല്ലോ. ദേവിക്ക് ഇത്രയും കമ്മീഷൻ കൊടുക്കണേ? ഒന്നുമില്ല, മനസ്സറിഞ്ഞൊരു പ്രാർത്ഥന മാത്രം. എന്തായിരുന്നു ഇവിടുത്തെ വഴിപാട്? ഉദ്ദിഷ്ട കാര്യസിദ്ധിക്ക് ഒരു പുഷ്പാഞ്ജലി, 5 അനിഴം നക്ഷത്രം, ഭാസ്കരൻ ആയില്യം. ഉദ്ദിഷ്ട കാര്യം എന്ന് വെച്ചാ? അത് ദേവിക്കറിയാം. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇനിയും പ്രാർത്ഥന കഴിഞ്ഞില്ലേ അച്ഛായ? 10 മണിക്ക് മുമ്പ് ബാങ്കിൽ എത്തണമെന്ന് മാനേജർ പറഞ്ഞതല്ലേ? രാഹുകാലത്തിന് മുമ്പ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. എത്ര പ്രാർത്ഥന മതി വരുന്നില്ല ഭാസ്കര. പിച്ചക്കാരനല്ലേ ഉറക്കത്തിൽ വിളിച്ചുണർത്തി ലക്ഷക്കാരനാക്കിയത്? അല്ല, പത്രക്കാരുമായിരിക്കും. അഭിമുഖമാണെങ്കിലേ ബാങ്കിലോട്ട് വരാൻ പറഞ്ഞാൽ മതി. ഹലോ, 64421. അതെ. 50 ലക്ഷം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തു ചെയ്യുമെന്ന് ചോദിച്ചാൽ കത്തിച്ചു കളയാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ തുല്യമായി പങ്കുവെക്കും. പക്ഷേ അതിനൊരു അവകാശം കൂടി ഉണ്ടല്ലോ. അവകാശിയോ? അതാരാ? ഞാൻ ഡോക്ടർ രാഘവ്, ഗവൺമെന്റ് ചീഫ് സർജൻ. അത് ശരി. ഭീകരനെ കൊന്നത് നിങ്ങളല്ല, അതൊരു ആത്മഹത്യയായിരുന്നു. പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചാണ് ഭീകരൻ മരിച്ചത്. ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തത് ഞാനാണ്, ഡോക്ടർ രാഘവ്, MBBS MS. ആര്? ഡോക്ടർ രാഘവ് എന്ന് വെച്ചാൽ അഞ്ജുവിന്റെ അച്ഛനല്ലേ? അഞ്ജുവിന്റെ അച്ഛനാണെന്ന് എനിക്ക് എങ്ങനെ അറിയാം? അഞ്ജുവിനെ എനിക്ക് പരിചയമുണ്ട്. ഡോക്ടർ രാഘവന്റെ മകളാണെന്ന് അഞ്ജു എന്നോട് പറഞ്ഞിരുന്നു. അതെയോ? ഗവൺമെന്റ് പ്രഖ്യാപിച്ച 50 ലക്ഷം ആർക്കും ഉപകാരപ്രദമാകാതെ തിരിച്ച് ഗവൺമെന്റ് ഫണ്ടിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് സർട്ടിഫിക്കറ്റ് എഴുതിയത്. പക്ഷേ അതിനൊരു വിഹിതം എനിക്കും വേണം. എന്തു പറയുന്നു? തീരുമാനം എന്താന്ന് വെച്ചാ പറഞ്ഞോളൂ. ഞങ്ങൾക്കൊന്ന് ആലോചിക്കണം. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഓക്കേ, പക്ഷേ തീരുമാനം വൈകരുത്. ഇല്ല. എന്താ സംഗതി? വ്യക്തമായില്ല. 50 ലക്ഷത്തിന് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു പങ്കാളി ഉണ്ടായിരിക്കുന്നു. പങ്കാളിയോ? അതെ. അച്ചായൻ ആ വാതിലും ജനലൊക്കെ ഒന്ന് ഭദ്രമായി അടച്ചേ. യെസ്, ഡോക്ടർ രാഘവ്. കോൺസ്റ്റബിൾ ഭാസ്കരനാ. എന്ത് തീരുമാനിച്ചു? എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ മഷി കൊണ്ട് തന്നെ എനിക്ക് തിരുത്തി എഴുതേണ്ടി വരും. പ്രൂവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമല്ലോ. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഒരു റീപോസ്റ്റ്മോർട്ടം. ദാറ്റ്സ് ഓൾ. അത് വേണ്ട, നമുക്ക് മുഖതാവിൽ സംസാരിക്കാം. ഓക്കെ, ഹാർട്ടി വെൽക്കം. ആ കാർ നിർത്തിയത് നമ്മുടെ ഗേറ്റിലാണോ? അതെ. നമസ്കാരം. എന്ത് തീരുമാനിച്ചു? എന്തൊക്കെയാണ് സാറിന്റെ കണ്ടീഷൻസ്? അത് ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞായിരുന്നല്ലോ. എന്താണ് സാറിന്റെ ഡിമാൻഡ്? പറയാം. ആ 50 ലക്ഷം രൂപ 3ആയിട്ട് വീതിക്കണം. കൃത്യമായി വീതിച്ചാൽ ഒരാൾക്ക് 16,66,666 രൂപ 66 പൈസ കിട്ടും. എന്നാലും 2 പൈസ മിച്ചം വരും. ആ പങ്ക് വാങ്ങാൻ ഈ കാലത്തൊരു പിച്ചക്കാരൻ പോലും വരില്ല. ഏതായാലും ഈ എമൗണ്ട് എനിക്ക് ക്യാഷ് ആയിട്ട് എത്രയും വേഗം കിട്ടണം. ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എഴുതിയ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതേ എന്താ ഇത്? തന്നെ അതെ, ടേപ്പ് റെക്കോർഡർ. കേട്ടത് നിങ്ങൾ ഫോണിൽ സംസാരിച്ചത്. അത് ഞങ്ങൾ ടേപ്പ് ചെയ്തു. ഭീകരന്റെ ശവം തോണ്ടിയെടുത്ത് ഫോൺ ചോർച്ച എന്ന് കേട്ടിട്ടില്ലേ? സത്യത്തിൽ അതാണ് ഇവിടെ സംഭവിച്ചത്. എന്തിനാ ഇത്? മറ്റൊന്നിനുമല്ല, ആവശ്യം വരികയാണെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരെ ഏൽപ്പിക്കാൻ, ഒരു ചെറിയ തെളിവിന് വേണ്ടി. തെളിവോ? അതെ, ലക്ഷങ്ങളോടുള്ള ആർത്തിയിൽ ഗവൺമെന്റ് ചീഫ് സർജൻ ഡോക്ടർ രാഘവ് MBBS MS തന്റെ പ്രൊഫഷനെ ചീറ്റ് ചെയ്തു.
സത്യത്തിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. പക്ഷെ ഉത്തരവാദപ്പെട്ട ഒരു ഗവൺമെന്റ് സർജൻ എന്ന നിലയിൽ താങ്കൾക്കോ? ജോലി നഷ്ടപ്പെടും, മാത്രമല്ല ജീവപര്യന്തം തടവും. അയ്യോ, എനിക്ക് പങ്ക് വേണ്ട, പകരം ആ കാസറ്റ് തന്നാ മതി. ക്ഷമിക്കണം, ഇനി ഇതാണ് ഞങ്ങളുടെ പിടിവള്ളി. പിടിവള്ളിയോ? അതെ, താങ്കളുടെ സീമന്തപുത്രി അഞ്ജുവിനെ ഭാസ്കരൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ സ്നേഹത്തിലാണ്. ഒരു കാസറ്റിലൂടെ നിങ്ങൾക്കൊരു കോൺസ്റ്റബിളിനെ സ്വന്തമാക്കാം. ഈ സൗഭാഗ്യം ലോകത്ത് മറ്റാർക്കും കിട്ടിക്കാണത്തില്ല. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞ് ഈ കാസറ്റ് തിരിച്ചേൽപ്പിക്കാം. കാലത്ത് ബാങ്കിലുള്ള ജോലിയെല്ലാം കഴിഞ്ഞാൽ ഉച്ചയ്ക്കുള്ള ലഞ്ച് താങ്കളുടെ വീട്ടിൽ നിന്ന് കഴിക്കാൻ നാം ആഗ്രഹിക്കുന്നു. അതെ, പോലീസ് എസ്കോർട്ടോടെ നാം അവിടെ എത്തും. പേടിക്കണ്ട, ഈ കാസറ്റ് ഭദ്രമായി എന്റെ പോക്കറ്റിൽ തന്നെ ഉണ്ടാവും. ഒരു പിടിവള്ളിക്ക്. റിയലി? ഡാഡി സമ്മതിച്ചോ? ഓ യെസ്, ഞാനൊരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ആരായിരുന്നു ഫോണിൽ? ഭാസ്കരേട്ടൻ. എടിയോ ഒരുമ്പട്ടവളെ. ഡാഡി വേണ്ട, കാസറ്റ്. കാസറ്റോ? ഏത് കാസറ്റ്? ഈ കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞ കാസറ്റ് എന്ന് പറയാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പറ്റി? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. എന്തൊക്കെ പറയണേ? വിരുന്നൊരുക്കണോ അത്രേ? വിരുന്നോ? ആർക്ക്? നിന്റെ അച്ഛൻ മേലെ വീട്ടിൽ മാധവമേനോന്. മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കിടകമാണോ? എടി, നിനക്കറിയോ, പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് ഇറങ്ങിയിരിക്കുക നിന്റെ മോള്. എന്തായാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം എന്റെ മോക്ക് ഒരിക്കലും പറ്റില്ല. ദേ, മോള് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തോന്ന്? കാസറ്റ്. ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. നൗ യു ആർ അവർ ബോഡി ഗാർഡ്. ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും. ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, വാ നടക്കടി. ഹലോ ഇൻസ്പെക്ടർ, കമാൺ. വിളിക്കേ, പാവം. എന്ത് പറ്റി? ഒന്ന് സ്മാർട്ട് ആവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ. പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങ് അടുക്കള പറഞ്ഞ ഏറ്റെടുത്തു. ആ, വരൂ 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 വരൂ. വരാ. അമ്മാവാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. ബാക്കിയിട്ട പോയെന്നെ. എന്താടാ? ലക്ഷങ്ങൾ കണ്ടപ്പോ കാല് മാറി അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ. കാലനും കാലക്കാട് പിടിക്കൊന്നും കേട്ടിട്ടില്ലേ? ഞാനിപ്പൊ കാലക്കാട് പിടിച്ച കാലം. പോലീസുകാരനെ മഹസർ എഴുതാൻ പഠിപ്പിക്കല്ലേ? ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക്. എടാ, ചത്ത മുത്തച്ഛന്മാർ എനിക്ക് കാസറ്റ് മേടിച്ചു തരുവോ? കാസറ്റോ? ഏത് കാസറ്റ്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാസറ്റ്? ഇനിയിപ്പൊ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കരന്റെ കാണുമോ? നാണക്കേട്. വയസ്സ് കാലത്ത് പുസ്തകം നോക്കിയുള്ള പാചകമല്ലേ, ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. എടി വിളമ്പടി. കണ്ടല്ലോ, പെണ്ണും പണവും പദവി ആണിന്റെ പുറകെ വരണം. അതാണ് ആണത്വം. മനസ്സിലായി. ഏതായാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? വോളിബോൾ. നമുക്ക് ഗോതയിൽ വെച്ച് കാണാം. ഹയർ അതോറിറ്റീസിന്റെ കൺകറൻസോട് കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഭീകരവാദം, കള്ളക്കടത്ത്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് 25 ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കള്ളൻ മുങ്ങി. അവൻ മുങ്ങിയതല്ല, അവനെ മുക്കിയതാണ്. ആര് മുക്കി? ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ. KV ഭാസ്കരൻ, മാത്യു ജോസഫ്. പോലീസുകാർ ഈനാശുവിനെ എന്തിനു ഒളിപ്പിക്കണം? ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല. ഈനാശുവിന്റെ കയ്യിലുള്ള 25 ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? ഏയ്, ഒരിക്കലുമല്ല. വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വ്യക്തികളാണവർ. പക്ഷെ തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഭാസ്കരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ്.
7-ാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വില എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസ് ആയി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ജീവൻ പോലും തൃണവൽഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ ഇവൻ ആര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് ആ 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം. 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു. എന്തായാലും 7-ാം തീയതിക്ക് മീനാശുവിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിന്റെ കൊണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ? എങ്കിലാ തെണ്ടിയോട് പറഞ്ഞേക്ക് 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ നാശുവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. തെണ്ടി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ? കൊടുക്കാം. ഓക്കെ, താങ്ക് യു. 7-ാം തീയതി ഈ നാശുവിനെ എവിടെ നിന്ന് കിട്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ടെന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. സൂര്യഗോളത്തിന് ചൂടില്ല എന്ന് പറ, വിശ്വസിക്കാം. രാജബമ്പാലയ്ക്ക് വിഷമില്ല എന്ന് പറ, അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരെ നമ്പാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്ന് ഓർക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാര, ഞങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈ നാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ. ഈ 25 ലക്ഷവും ഈനാശും തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമ്മാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനയും രക്ഷിക്കും. വാസ്തവം, അവൻ കുറ്റം ചെയ്തിട്ടില്ല സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ ഒക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം കമ്മാര, മനുഷ്യത്വപരമായ കൊല. എടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞങ്ങൾക്ക് തരാൻ കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. വേണ്ട, തന്നേക്കാം, ഉറപ്പായിട്ടും തന്നേക്കാം. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം. ഞങ്ങളെ പരിചരിക്കണം. ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റുമോ? പറ്റും. പറ്റും. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ, അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. അമുക്ക് 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 അമുക്കുകളെ. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമാര. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ എടോ, ഞങ്ങൾ പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. കിടന്ന് നിലവിളിക്കലുടെ റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്തി പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. വന്നു. ഈനാശു, എനിക്കിപ്പോഴാ ജീവൻ വന്നത്. അല്ല, എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ച് പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്തു വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും. 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞാൽ ഞാൻ എന്തും അനുസരിക്കും. അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. പിന്നെ രസമായിരുന്നു. ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്.
എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കണത്. ഞാൻ വെല്ലുവിളിക്കുന്നു. CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റണ്ട. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശ് വിചാരിച്ചാൽ അത് നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാള എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം, മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. നേരം വെളുത്തു പോവും. പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് നാശോണ്ട് പറഞ്ഞേരി. ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഒരു ഹരമാണ്. അപ്പൊ പറഞ്ഞോളെ. ഓക്കെ. പോകോ. കൈ വിട പരീക്ഷകളെ. എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരന് കഴിയും. അച്ഛനെ ഈനാശ് വന്നിരുന്നു. ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങി? അത് ഞങ്ങളെ ഈ ഗതിയിലാക്കി SI ഭാഗ്യനാഥനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ. പണയോ? എന്ത് പണിയടാ? ഒരു ചെറിയ പണി. SI ഭാഗ്യനാഥന്റെ വീട് ഈനാശു കാലിയാക്കും. ഞാൻ വല്ലതും പറഞ്ഞാല് എന്റെ നിയന്ത്രണം വിട്ടു. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ച് നീയൊക്കെ പോലീസുകാരോടാ പന്നികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി അവന്റെ തന്തയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. ആരാ? ഇതവന്മാര് തന്നെ. ആരകന്മാരത്? നിന്റെ തന്ത. ഈനോസിനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയ എന്നെ തട്ടിക്കളയൊന്ന്. അയ്യോ, അവരൊന്നും ചെയ്യില്ല. ശരിയാ, കേറി വാദം അടയ്ക്കാം.